തൃശ്ശൂരിൽ അന്നേരം ആർക്കാണ് സാധ്യത? തൃശ്ശൂരിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ വലിയ ഫൈറ്റാണ്. വലിയ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ സുനിൽകുമാറിന് ഗുണം ചെയ്യും. സുനിൽകുമാറിനാണ് ഗുണം ചെയ്യുക. കാരണം പ്രതാപൻ രംഗത്തുനിന്ന് മാറി. അപ്പോൾ പ്രതാപന് സാമുദായികമായിട്ട് ചില ശക്തി കേന്ദ്രങ്ങളുണ്ട്, പ്രത്യേകിച്ച് തീരപ്രദേശത്ത് ധീവര സമുദായത്തിൻ്റെ വോട്ട്. അതുപോലെ തന്നെ മുസ്ലിം വോട്ട് 14% ഉണ്ട്. അതിൽ നല്ലൊരു പങ്ക് പ്രതാപന് അന്യത കിട്ടുമായിരുന്നു. ഇപ്പോൾ അത് രണ്ടും മുരളീധരൻ ആ രീതിയിൽ ഉറപ്പിക്കാൻ പറ്റുകയില്ല. പിന്നെ കോൺഗ്രസിൻ്റെ ട്രഡീഷണൽ വോട്ട് ബേസ് എന്ന് പറയുന്നത് 3 ഒന്ന് തൃശ്ശൂർ സുറിയാനി ക്രിസ്ത്യാനികൾ, കത്തോലിക്കർ കൂടുതലും, കത്തോലിക്കരും യാക്കോബക്കാരും ഉണ്ട്, കത്തോലിക്കരാണ് പ്രധാനം. രണ്ടാമത് നായർ. അത് ഈ പഴയ കൊച്ചി സംസ്ഥാനത്ത് നായന്മാർ ജനിക്കുന്ന കോൺഗ്രസ്സായിട്ടാണ്. അത് പാർട്ടിയുടെ ചിഹ്നം പശു അല്ല, കാളയായിരുന്ന കാലത്ത് കാളയ്ക്കും, പശു ആയിരുന്ന കാലത്ത് പശുവിനും, കൈപ്പത്തി ആയ കാലത്ത് കൈപ്പത്തിക്ക് മാത്രം വോട്ട് ചെയ്യുന്നവരാണ്. ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ. പിന്നെ മുസ്ലിം, ഈ 3 വിഭാഗങ്ങൾ. പക്ഷേ ആ വോട്ട് ബേസൊക്കെ ഇപ്പോൾ ലിക്വിഡേറ്റ് ചെയ്ത് പോയി. വോട്ട് ബാങ്ക് ലിക്വിഡേറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ നായർ സമുദായക്കാർ ഏറെക്കുറെ മിക്കവാറും തന്നെ BJP ചിന്താഗതിക്കാരായി. എന്ന് വെച്ചാൽ BJPക്ക് എല്ലാ തവണ വോട്ട് ചെയ്തോളുന്നില്ല. വോട്ട് LDFന് ചെയ്യും, ചിലപ്പോൾ കോൺഗ്രസിന് ചെയ്യും. പക്ഷേ സ്റ്റിൽ അപ്പോൾ അഡ്വാൻറ്റേജ് ഉള്ളിൽ BJP ആണ്. അഡ്വാൻറ്റേജ് ഒരു സാധനം വന്നു. രണ്ടാമത് ക്രിസ്ത്യൻ വോട്ടർമാരിലുള്ള മാറ്റമാണ് ഏറ്റവും ഭയങ്കരം ഈ തെരഞ്ഞെടുപ്പിൽ. കഴിഞ്ഞ പൗരത്വ നിയമ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ കോലാഹലങ്ങൾക്ക് ശേഷം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കോൺഗ്രസിൽ നിന്നും മനഃശാസ്ത്രപരമായിട്ട് മാനസികമായിട്ടാക്കുന്നു. അതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടുപിടിച്ചത്. ആ ഘടകം അവിടെ ഉണ്ട്. അവർ മുരളീധരൻ തന്നെ ചെയ്തോളാം എന്ന് യാതൊരു നിർബന്ധവുമില്ല. അഡ്വാൻറ്റേജ് ആർക്കാണ്? അഡ്വാൻറ്റേജ് പിന്നെ സുനിൽകുമാറിനുള്ളൊരു ഗുണം സൗകര്യം എന്ന് വെച്ചാൽ പുള്ളി ജനകീയനാണ്, വളരെ ജനകീയനാണ്. പ്രതാപനേക്കാളും ജനകീയനാണ്. ഇടതുപക്ഷത്തിൻ്റെ സോളിഡ് വോട്ട് ബാങ്ക് അവിടെ ഉണ്ട്. അപ്പോൾ ആ വോട്ട് ബാങ്കും സുനിൽ എന്ന ഒരു ഘടകവും, സുനിലല്ലാതെ വേറെ ആളെന്നത് കിട്ടില്ല. സുനിൽ എന്ന ആൾക്കാർ തികച്ചു പറഞ്ഞാൽ സുനി എന്നേ പറയുള്ളൂ. നമ്മുടെ സുനിയല്ല, നമ്മുടെ സുനി തൃശ്ശൂർക്കാരുള്ളൂ. നമ്മുടെ സുനിക്ക് ഒരു വോട്ടുണ്ട്. ആ വോട്ടാണ് പുള്ളിയുടെ. പ്രത്യേകിച്ച് പ്രതാപൻ പോയതുകൊണ്ട് ഇത് ഡയറക്റ്റ് ഫൈറ്റ് ആവും. സുരേഷ് ഗോപി ജയിക്കുമോ എന്നുള്ളൊരു ആശങ്ക വന്നു കഴിഞ്ഞാൽ ആർക്ക് വോട്ട് ചെയ്യും? മുരളിക്ക് വോട്ട് ചെയ്യുമോ? സുനിൽ നോട്ട് ചെയ്യും. ഏതാണ്ട് നേമത്ത് സംഭവിച്ച പോലെ അതേപോലെ വരും. അപ്പോൾ അവിടെ UDF അഡ്വാൻറ്റേജ് ഇല്ല. UDF പുറകിലാവുന്നൊരു മണ്ഡലമാണ്. പാലക്കാട്ടേക്ക് പോകുമ്പോഴത്തേക്ക് പാലക്കാടിന് മുമ്പ് ആലത്തൂരുണ്ട്. ആലത്തൂർ സംവരണ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് പാട്ടുപാടി ജയിച്ചു എന്ന് പറയാം. പക്ഷേ ഇത്തവണ രമ്യക്ക് ആ ഒരു സൗകര്യമില്ല. രമ്യക്ക് ഒരു സൗകര്യമുണ്ട്. കഴിഞ്ഞ തവണ രമ്യ ആരും അറിയില്ലായിരുന്നു. പിന്നെ വിജയരാഘവനെ കൂടി ചേർന്നാണ് പുള്ളിക്കാരി പോപ്പുലറാക്കിയത്. VT ബൽറാമും ഷാഫി പറമ്പിലും ഇടംവലം നിന്നിട്ടാണ് ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചത്. അങ്ങനെ അവരൊരു വികാരമായി, ഒരു തരംഗമായി. PK ബിജുവിനോടുള്ള വലിയ വിപ്രതിപത്തി ആളുകളുടെ ഇപ്പോൾ ഈ കൊടിക്കുത്തൂർ സുരേഷൊക്കെ നേരിടുന്ന പോലത്തെ വലിയ പ്രശസ്തിയാണ് പുള്ളി അന്ന് ആലത്തൂർ മണ്ഡലത്തിൽ അഭിമുഖീകരിച്ചത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ പുള്ളി ബുദ്ധിമുട്ടിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഫ്രഷ് ഫേസായിട്ട് രമ്യ ഹരിദാസ് വരുന്നു. ആളുകൾ അവരെ സ്വീകരിക്കുന്നു, വോട്ട് ചെയ്യുന്നു, ജയിപ്പിക്കുന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. ആ ഒരു സൗകര്യം ഇത്തവണ ആ രീതിയിലില്ല. രാധാകൃഷ്ണനാണ് എതിർ സ്ഥാനാർത്ഥി. രാധാകൃഷ്ണനെ പറ്റി ആർക്കും ഒരു ആക്ഷേപം പറയാൻ പറ്റില്ല. അതുകൊണ്ട് നല്ല മത്സരമാണ് അവിടെ നടക്കുന്നത്. ഒരു പക്ഷേ രാധാകൃഷ്ണൻ ജയിക്കാനും പാടില്ലായില്ല. ഭരണവിരുദ്ധ വികാരം രാധാകൃഷ്ണനെ ദോഷം ചെയ്യൂ? ഭരണവിരുദ്ധ വികാരം അടക്കം ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്ക് ദോഷമുണ്ട്. എന്ന് വെച്ചാൽ ആളുകളുടെ ഇടയിൽ പുള്ളിയോട് പലതരത്തിലുള്ള വിയോജിപ്പുകളുണ്ട്. ദേവസ്വം മന്ത്രി എന്നുള്ള നിലയ്ക്ക് പുള്ളിയുടെ ചില പ്രവൃത്തികളൊന്നും അവിടെ യാഥാസ്ഥിതികരായ ആലത്തൂരുകാർക്ക് ആ രീതിയിൽ ബോധിച്ചിട്ടില്ല. NSS ഉൾപ്പെടെ NSS അടക്കം പൊതുവെ ആളുകളുടെ ഇടയിൽ അങ്ങനെ ഒരു ശരിയായ രീതിയിലല്ല ഇയാളുടെ ദേവസ്വം ഭരണം എന്നൊരു തോന്നലുണ്ട്. പക്ഷേ വളരെ വ്യക്തിപരമായിട്ട് ഒരു നല്ല പ്രതിച്ഛായുള്ള ആളാണ്. അല്ല, രാഷ്ട്രീയ കാര്യത്തിൽ LDFന് ഒരു നല്ല ഓവർ കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ അത് എന്തുമാത്രം ഫലവത്താവെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ രമ്യ ഹരിദാസിനെ ആർക്കും പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. പാലക്കാട് അഭിമാന പോരാട്ടമായിട്ടാണ് LDF കാണുന്നത്. അത് തികച്ചും തെറ്റാണ്. സത്യത്തിൽ പാലക്കാട് LDFന് ജയിക്കാവുന്ന ഒരു മണ്ഡലമാണ്. ജയിക്കാവുന്ന മണ്ഡലമാണെങ്കിലും ശ്രീകണ്ഠനുള്ളൊരു ഗുണം ഈ തിണ്ണപ്പാസാണ്. 5 കൊല്ലമായിട്ട് പുള്ളി അവിടെ ഉണ്ട്. പുള്ളി പാർലമെൻറ്റിൽ വലിയ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയമോ അല്ലെങ്കിൽ ഖണ്ഡന ഉപക്ഷേപമോ ഒന്നും അവതരിപ്പിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു മലയാളത്തിലായിരുന്നു സ്വയർ ചെയ്തെന്നുകൂടി സംശയം. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്ഥലത്തുള്ള ഒരാളാണ് ശ്രീകണ്ഠൻ. നാട്ടുകാരനാണ്, ജനകീയനാണ്. കോൺഗ്രസ്സുകാരന് പൊതുവെ സാധാരണ എല്ലാ കോൺഗ്രസ്സുകാർക്കുള്ള അത്രയും
എതിർപ്പ് തന്നെ പുള്ളിക്ക് പാർട്ടിയിൽ നിന്നുള്ളൂ. പിന്നെ അവിടെ ഈ കർഷകരുടെ ഒക്കെ ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. നെൽ കർഷകരും പിന്നെ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ വിജയരാഘവൻ ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് അല്ല. ഒട്ടുമല്ല. അതാണ് പുള്ളിയുടെ ഈ ശ്രീകണ്ഠൻ്റെ ഏറ്റവും വലിയ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് ഇതാണ്. എതിർഭാഗത്ത് വിജയരാഘവൻ വന്നു എന്നുള്ളതാണ്. വിജയരാഘവനേക്കാൾ അപകടകാരി കൃഷ്ണകുമാറാണ്. അതെ അതെ. ഒരു വോട്ട് പുള്ളർ, ക്രൗഡ് പുള്ളർ എന്നുള്ള നിലയ്ക്ക്, വോട്ട് കാച്ചർ എന്നുള്ള നിലയ്ക്ക് ഇവൻ അവിടുത്തെ ഒരു താപ്പാനയാണ്. അയാൾ പിടിക്കുന്ന വോട്ട് ആരെ ബാധിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പരിധിവരെ ചിലപ്പോൾ ശ്രീകണ്ഠനെ ബാധിക്കാം, ശ്രീകണ്ഠനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ കൃഷ്ണകുമാർ വളരെ ഫോർമിഡബിൾ ആയിട്ടുള്ള ഒരു റൈവലാണ്. വിജയരാഘവൻ മോശക്കാരനാണെന്നല്ല, അവരുടെ പാർട്ടി ബേസ് ഉണ്ട്, പാർട്ടിയുടെ വോട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് വിജയരാഘവൻ കോഴിക്കോട്ട് മത്സരിച്ചപ്പോഴൊന്നും പുള്ളിക്ക് ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. വടകരയിലേക്ക് വരുമ്പോൾ അല്ല, മലപ്പുറം പൊന്നാനി, പിന്നെ മലപ്പുറം പൊന്നാനി ഒന്നും നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ കഥയില്ല. അല്ല, പൊന്നാനിയിൽ കുറച്ചും കൂടി സീരിയസ് ആണ്. മലപ്പുറത്തെ കുറിച്ച് ഒരു ചർച്ചയും ചെയ്യുന്നതിൽ കാര്യമില്ല. നമ്മൾ എറണാകുളത്തെ പറ്റി പറഞ്ഞ പോലെയാണ്. അതൊക്കെ വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനൊരു മണ്ഡലമുണ്ട്, അവിടെ ചില സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് എന്ന് പറയാം. പൊന്നാനിയെ സംബന്ധിച്ചോളം പറഞ്ഞാൽ പൊന്നാനിയിൽ കുറച്ചും കൂടി മറ്റു തരത്തിലുള്ള. മലപ്പുറത്ത് വേറൊരു, നമ്മൾ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ എന്ന് ശ്രദ്ധിച്ചാൽ LDF വോട്ട് കൂട്ടി, പക്ഷെ അത് മലപ്പുറത്ത് വലിയ വിപ്ലവം നടക്കില്ല. മാത്രമല്ല ET മുഹമ്മദ് ബഷീറാണ് സ്ഥാനാർത്ഥി. അതെ അതെ. അദ്ദേഹത്തിന് മറ്റ് പല കേന്ദ്രങ്ങളിൽ നിന്നും കൂടി വോട്ട് കിട്ടും. ലീഗിൻ്റെ വോട്ട് മാത്രമല്ല, ഈ ലീഗിൻ്റെ വോട്ട് മാത്രമല്ല പോലും ജയിക്കാം, നല്ല പോലെ ജയിക്കാം. പിന്നെ ഭൂരിപക്ഷം എത്ര ലക്ഷമാണെന്ന് മാത്രം നോക്കാറുണ്ട്. മറിച്ച് പൊന്നാനിയിൽ അങ്ങനെയല്ല. പൊന്നാനിയിൽ LDF ശക്തമായ ഒരു പോരാട്ടം നടത്താനുള്ള ശ്രമത്തിലാണ്. അവിടെ ലീഗുകാരനായ KS ഹംസയെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരുന്നു. ഹംസയ്ക്ക് EK സുനിയുടെയും AP സുനിയുടെയും കൈവെപ്പുണ്ട്. മറ്റ് മുസ്ലിം ഗ്രൂപ്പുകളിൽ നിന്നും വോട്ട് കിട്ടാം എന്നുള്ളതൊക്കെയാണ് അവരുടെ പ്രതീക്ഷ. അതേ സമയത്ത് അബ്ദുൾ സമദ് സമദാനിയാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥി. അതിൽ ഒരു വലിയ അപകടമുണ്ട്. ഈ മുഹമ്മദ് ബഷീറിന് കിട്ടുന്ന രീതിയിലുള്ള വോട്ട് ലീഗ് ഇതര കേന്ദ്രങ്ങളിൽ നിന്ന് സമദാനിക്ക് കിട്ടിക്കൊള്ളുന്നില്ല. തീവ്ര ഗ്രൂപ്പുകളുടെ ഒന്നും പിന്തുണ അദ്ദേഹത്തിന് കിട്ടില്ല. അത് മാത്രമല്ല, ഈ പോപ്പുലർ ഫണ്ട് നിരോധിച്ചതിന് ശേഷം ഇതുവരെ പോപ്പുലർ ഫണ്ടായിട്ട് നടന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ CPM-കാരായിട്ട് നടക്കുക. മനസ്സിലായില്ല. അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഹംസയെ സ്ഥാനാർത്ഥിയായിട്ട് ഇറക്കിയിട്ടുള്ളത്. വിവിധ മുസ്ലിം സംഘടനകളുടെ സ്ഥാനാർത്ഥിയാണ്. പണ്ട് നമ്മുടെ ജോയ്സ് ജോർജിനെ പള്ളിക്കാരുടെ സ്ഥാനാർത്ഥിയെ, പള്ളിക്കാരനെയും പാറവടക്കാരനെയും സംയുക്ത സ്ഥാനാർത്ഥിയെ CPM ഏറ്റെടുത്ത പോലെയാണ് ഹംസയെ ഫീൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു നല്ല മത്സരത്തിന് കളമൊരുക്കുന്നുണ്ട്. പക്ഷേ സമദാനി അട്ടിമറിക്കാനൊന്നും പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല, എളുപ്പമല്ല.